കൊച്ചി മറൈൻ ഡ്രൈവിലാണ് നമ്മളുള്ളത്. മറൈൻ ഡ്രൈവ് നമ്മൾ ചെറുപ്പം തൊട്ടേ കേൾക്കുന്നതാ. കോഴിക്കോട് ബീച്ച്, പിന്നെ കൊച്ചി മറൈൻ ഡ്രൈവ്. അപ്പോൾ നല്ല വ്യൂ ഉണ്ട്. വ്യൂ ഒക്കെ കാണിച്ചു കൊടുത്തന്നെ ഓഫേ. വ്യൂ സീന് വ്യൂ ആണ്. കപ്പലൊക്കെ കാണിച്ചു മറ്റേ ഇതൊക്കെ കാണിച്ചു കൊടുക്കുക. ആ കപ്പലും ബോട്ടൊക്കെ കാണിച്ചു കൊടുക്കി കാണട്ടെ. സൂം ചെയ്ത് കാണിച്ചു കൊടുക്കി. കണ്ട് കണ്ട് മതി മറക്കട്ടെ. ആ കപ്പലും ഇത് ദൂരത്തുനിന്ന് കാണാൻ രസമുള്ളൂ. എടുത്ത് ഫുള്ള് മലിനാണ്. ഇതൊക്കെ കാണിച്ചു കൊടുത്താണ് കച്ചറ വെള്ളം. മലിനം പറഞ്ഞ കച്ചറ സ്കൂളിൽ എങ്ങനെയല്ലേ പഠിക്കുക. നമുക്കിങ്ങനെ നടന്നാലമ്മ അത് അലക്കെത്തിയാലേ വാട്ടർ മെട്രോ കയറാൻ മതി. ഇപ്പൊ കാണ് നമ്മളേ വാട്ടർ മെട്രോക്കും വേണ്ടി നടക്കുകയാണ്. ഇങ്ങനെ നടന്ന് പോണം. ഓ ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ നല്ല രസമുണ്ട്. ഇത് കാണിച്ചു കൊടുത്തന്നെ നല്ല നല്ല ഭംഗിയുണ്ട്. മനോഹരം എന്നൊക്കെ പറഞ്ഞാല് എല്ലാരും പെരുന്നാൾ ഡ്രസ് ഇട്ട് ലുക്കായി വന്നിന്. ഇവിടെ ഇങ്ങനെ ഇരിക്ക. അല്ലാഹു അക്ബർ. അതൊന്നും കാണിക്കല്ലിട്ടാ, നമ്മളെ വീഡിയോ മോശമാവും. സൈഡിക്ക് നോക്കരുത്. ഫാമിലിനെ കൊണ്ട് വരുമ്പോഴേ സൈഡിക്ക് നോക്കരുത്. കുറേ കപ്പിൾസ് സൗഹൃദമൊക്കെ ഉണ്ടാവും. നമ്മൾ ഹലാൽ ഓൺലി, നമ്മളെ മെയിൻ മുഖ്യധാര അതാണ്. ഹലാൽ ഓൺലി വൈബ്. കാരണം ഇതിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ രണ്ട് ഭാഗത്തേക്ക് നോക്കിയാൽ പലതും കാണും. അപ്പോൾ നമ്മൾ ഇതിനെ സിറാത്തുൽ മുസ്തഖീം എന്നല്ല ഖുർആനിൽ പറഞ്ഞ് കൃത്യമായ വഴികൾ. എങ്ങനെ സാധ്യം? കൃത്യമായ വഴികളിലൂടെ പോകണം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ട ആവശ്യമില്ല. കമോൺ എവിടെ മീ സൗദ് നടന്നത് എത്തുന്നില്ല കേട്ടോ. അത് മറ്റേ കാഞ്ഞിരപ്പുഴ ഡാമേ. ചെറുപ്പത്തിൽ ഫാമിലി എല്ലാവരും കൂടി കാഞ്ഞിരപ്പുഴ ഡാമിൽ പോയി. അന്ന് എന്താ ഇമ്മച്ചി അമ്മായിമാരൊക്കെ വേറൊരു ബോട്ടിൽ പോയി. ഞങ്ങൾ കുട്ടികളൊക്കെ ഒപ്പം വിടാൻ തീരുമാനിച്ചു. എനിക്ക് കൊണ്ട് അന്ന് 4 വയസ്സാണ്. സ്കൂളിലൊന്നും ചേർത്തില്ല. അപ്പോൾ വരും അപ്പോൾ സ്കൂളിലൊന്നും ചേർത്തില്ല. അപ്പോൾ ഈ ഡാമിലേ ഇമ്മിയോലൊക്കെ പോയപ്പോൾ ഞാനും ഉമ്മാൻ്റെ ഒപ്പം, കാഞ്ഞിരപ്പുഴ ഡാമല്ലേ, കാഞ്ഞിരപ്പുഴ ഡാം, ഞാൻ ഇമ്മി അമ്മായിമാരൊക്കെ പോയപ്പോൾ ഞാൻ ഉമ്മാൻ്റെ ഒപ്പം പോയിക്കുമ്പോൾ ഉമ്മ കുറച്ചെണ്ണം നീന്തി പോയാൽ ഞങ്ങളുടെ നടക്കലുണ്ട് കുറച്ച്. അതേമാതിരി ഡാമിലേ ഇമ്മണ് പോയപ്പോൾ ഉമ്മ ബോട്ടിൽ പോയപ്പോൾ ഞാൻ നേരെ ഡാമിലാണ് താന്നു പോയി. ഒരാൾ വന്ന് രക്ഷിച്ചു. അന്ന് 4-5 വയസ്സൊക്കെ ഉണ്ട്, സ്കൂളിൽ ചേർത്തുന്നതിന് മുമ്പ്. അന്ന് ഞാൻ മരിച്ചിരിക്കുകയാണെങ്കിൽ ഒരാളൊന്ന് രക്ഷിച്ച നിങ്ങൾക്ക് ഈ യൂട്യൂബ് വീഡിയോ ഒന്നും കാണേണ്ടിയിരുന്നില്ല. പക്ഷെ കുറേ നമ്മൾ ഈ വീഡിയോ ഇടുന്നത് എന്തിനാ അറിയോ? കുറേ പേരുണ്ട് യാത്ര ചെയ്യാൻ കഴിയാത്ത, വീട്ടിലിരിക്കുന്നവര്, അതേപോലെ ജോലി തിരക്ക് കാരണം അങ്ങോട്ട് പോകാൻ പറ്റാത്തവര്, വീട്ടിലിരിക്കുന്ന ഉമ്മമാര്, ഓലിക്കൊക്കെ അതാണ് മെയിൻ. ഈ ചെലവ് പേടിച്ച് വീട്ടിലിരുന്ന് അങ്ങോട്ട് പോകാത്തവർക്കൊക്കെ വേണ്ടിയാണ് നമ്മള്. ഇന്നിപ്പോൾ എന്താ നമുക്ക് ചിലവെന്ന്? ഫുഡ് കഴിക്കണമെങ്കിൽ വല്ല തട്ടുകടയിലും പോയി മറ്റേ ദോശയും മറ്റേ പൊറാട്ടൊക്കെ തിന്നാൽ മതി. ഒരു ദോശക്ക് 10 രൂപ, ഒരു പൊറാട്ടക്ക് 10 രൂപ, കറിയൊക്കെ ഫ്രീ ആണ്. അപ്പം ചിലവ് പേടിച്ച് ആരും യാത്ര ചെയ്യാക്കരുത്. ചിലവ് വളരെ ചുരുക്കി. ഇനി പൈസ ഉണ്ടെങ്കിൽ ചിലവ് കൂട്ടി നടക്കുക. ഒക്കെ നമ്മളെ ഐഡിയ പോലെയാണ്. അപ്പൊ ചിലവ് പേടിച്ച് റെയിൽവേ സ്റ്റേഷനിലതിൻ്റെ അടുത്തുള്ള നല്ല സ്ഥലങ്ങളിലേക്ക് പോയാൽ മതി. എന്നാൽ ട്രെയിനിൽ മറ്റേ ജനറൽ ടിക്കറ്റിന് എടുത്താൽ വളരെ കുറച്ചുണ്ടാവുള്ളൂ. പിന്നെ ഇമ്മാനെയും പെങ്ങന്മാരൊക്കെ കൊണ്ടുപോകും. ഓലൊക്കെ എക്സ്പീരിയൻസ് ചെയ്യട്ടെ. നമ്മളോലൊന്ന് കുറച്ച് കെയർ ചെയ്താൽ മതി, ബാക്കി ഓല് നോക്കിക്കോളും. അതെ നമ്മളെ മീൻ പെങ്ങളോടെ ഉമ്മ ഓലെ നോക്കിട്ടെ ശ്രദ്ധിക്ക്. ഡു നോട്ട് ലിറ്റർ, അതിൻ്റെ അർത്ഥം എന്താ അറിയാ? എനിക്കറിയില്ല. കാരണം ഇവിടെ നല്ല നല്ല ഭംഗിയില്ലേ, അത് ഇനി നമ്മൾ കച്ചറിട്ട് അരിപ്പാക്കരുതെന്നാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും പെരുന്നാൾ കൂടിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഫുൾ ടീമുണ്ട്. അത് കാണിച്ചു കൊടുത്താണീ, അത് കാണിച്ചു കൊടുക്കും. വ്യൂകൾ കാണട്ടെ ആളുകൾ. ഈദ് മുബാറക്. ഈ ചിരിക്കണതിന് ഓഫേ ആൾക്കാരെ ഡിസ്റെസ്പെക്ട് ചെയ്യാൻ തോന്നുട്ടാ. നമ്മൾ വാട്ടർ മെട്രോ ലക്ഷ്യമാക്കി ഒരുപാട് നടക്കാണ്ടിട്ടാ. ഇവിടെ കാണാനുള്ള ചൊർക്ക്. ചില സ്ഥലമൊക്കെ നല്ല രസമുണ്ട്, ചിലയിടത്ത് നല്ല കാണാൻ ഭംഗിയുണ്ടെങ്കിലും നല്ല മണമുണ്ട്.
ചായക്കട ചായക്കട ചായക്കട. നമുക്ക് ഇനി കുറച്ച് യാത്ര മെല്ലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ കയറി അമ്മയും പെങ്ങന്മാരും ഉണ്ടാവില്ല. പിന്നെ എല്ലാവരും നല്ല ആളുണ്ട്. പെരുന്നാളായിട്ട് ആർക്കും പെരീത്തെ ചായ വേണ്ടെന്നാണ്. നിങ്ങൾ എവിടെ പെരെവിടെ? घर किधर है आपका? कलकत्ता। कलकत्ता। मैं कलकत्ता आया था पिछले महीने, കഴിഞ്ഞ മാസം कलकत्ता आया था. और घर यहाँ का घर किधर है? इधर का घर पाला। पाला. इधर घूमने आया ईद के लिए. പെരുന്നാളായിട്ട് കറങ്ങാൻ വന്നു കേട്ടോ. आपका नाम बताओ? मोहम्मद रफीक। मोहम्मद रफीक. इधर देख के क्या लगता है? अच्छा है? बहुत अच्छा लगा। बहुत अच्छा है. फैमिली सब केरला में या कलकत्ता में? नहीं, कलकत्ता में है, इधर भी है थोड़ा। ओ मिक्सिंग. ओके. कितना बच्चा है? 2 लड़की है। ओके 2 लड़की. ईद मुबारक. घर वालों से भी बोलो. ओके बाय. कोटयम पाला. कोटियम में है। इधर कैसा ट्रेन में आया या बस में आया? बस में. बड़ा डरते क्या ना. शरी बाय. मेरा फैमिली है ये, दुआ कीजिए. ഓക്കെ ഓക്കെ. അപ്പോൾ ബായ് കൊൽക്കത്തക്കാരനാണ്. ഇത് മൂപ്പരൊക്കെയാണ്. പെരുന്നാളായപ്പോൾ കറങ്ങാൻ ഇറങ്ങിക്കുക അല്ലേ? അങ്ങനെ എല്ലാവരും ഇറങ്ങണം. നമ്മളും കറങ്ങാൻ ഇറങ്ങി. പെരയിലിരിക്കണവർക്ക് യാതൊരു സപ്പോർട്ടും ഇല്ല നമ്മളെ ഭാഗത്തുനിന്ന്. എങ്ങോട്ടേലൊക്കെ ഇറങ്ങി അടിച്ചു പൊളിക്ക്. അപ്പം ഇനി ചിലവ് പേടിച്ച ആരും എങ്ങോട്ടും ഇറങ്ങാക്കണ്ട. ചിലവ് ചുരുക്കിയ ബഡ്ജറ്റ് യാത്രകളാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. ആ ബോട്ടുകളെ വഴി കാണിച്ചു കൊടുത്തണേ. ആ ബോട്ടുകളെ വഴി കാണിച്ചു കൊടുക്കും. ആ ബോട്ടുകളിലേക്കുള്ള വഴിയാണ്. പിന്നെന്താ ഇതിൽ കൂടെ നടക്കാൻ രസമുണ്ടോ അമ്മ? കൊയങ്ങുണ്ടോ? ആ തലക്കെത്തണം. നമുക്ക് വാട്ടർ മെട്രോ കയറണമെങ്കിൽ ആ തലക്കെത്തണം. വാവ് വാവ് വാവ്. വേറെ ഇല്ല വല്ലാട്ടോ ഇതിൽ കൂടെ ഇങ്ങനെ നടക്കാൻ. വിയർക്കണില്ല, ക്ഷീണം അറിയണില്ല. ഇതൊന്ന് കാണിച്ചു കൊടുത്താണ്. കാക്കകൾ ശരീരത്തിൻ്റെ പല ഭാഗം കൊണ്ടും കലകൾ തീർത്ത അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. രാത്രി ഉമ്മ പറയുന്നത് രാത്രി ഇവർ മുളയുമ്പോൾ ആകെ ഇവരെന്താ അറിയോ, ഈ അടിയിലിങ്ങനെ വെള്ള കാണുമ്പോൾ ഇവർ ക്ലോസറ്റ് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇതാണ്. അതാണ്. അല്ലെങ്കിലും ആ പൂവൊക്കെ കാണിച്ചു കൊടുത്തണേ. മനോഹാരിത എല്ലാവർക്കും എത്തട്ടെ. മലയാളമൊക്കെ മറന്നിന് ആർക്കല്ല ഈ മലയാളം. അപ്പോൾ ബായിനോട് ഹിന്ദി അറിഞ്ഞിട്ടില്ല. എന്ത് ഫ്ലുവൻസിയാ. മലയാളം ആർക്കാ വേണ്ട? പേടിച്ച് മിക്സിംഗ് ഫാമിലി കേരളയിലും ഇതൊക്കെ കാണിച്ചു കൊടുക്കിട്ടാ. അവിടൊക്കെ ഇങ്ങനെ കാണട്ടെ. കായലാണ് ആളുകൾ കാണണ്ടേ. ഇനി മെട്രോന്ന് കാണാം. അഭിപ്രായത്തില് ഫാമിലിയോട് വരാൻ പറ്റിയ ചെറിയൊരു ക്രൗഡൊക്കെ ഉള്ള വലിയ തിരക്കൊന്നും ഇല്ലാത്ത ബഡ്ജറ്റ് സ്പോട്ടല്ലേ. ഒരു ബഡ്ജറ്റും ഇല്ല ഇവിടെ. ഒരു ബഡ്ജറ്റും ഇല്ല. ഇങ്ങോട്ട് വരുന്ന എക്സ്പെൻസ്, യാത്ര എക്സ്പെൻസ് അന്വേഷിച്ചോളി. ഫ്രീ കിലോമീറ്റർ സാധനങ്ങളൊക്കെ നോക്കിയോളി. നൈസാണ്. പിന്നെ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ കഴിക്കാം. അപ്പോൾ നമ്മള് 50 രൂപക്ക് 3 വലിയ ഗ്ലാസ് പത്തക്കള കുടിച്ചില്ലേ? 50 രൂപക്ക് 3 വലിയ ഗ്ലാസ് പത്തക്കളൊക്കെ അടിച്ച്. നൈസാണ്. നാച്ചുറൽ വത്തക്കള്ള പറഞ്ഞിട്ട് പഞ്ചാര വരെ കുറച്ചിട്ട് പോലെ ഇടുന്നത്. ഒന്നും അടിക്കില്ല, നേരെ സിമ്പിളല്ലേ. സംഗതി നൈസാണ്. വത്തക്ക ഇങ്ങനെ അരിയണു കൊട്ടണു, ആവാടി കുത്തി കലക്കണു, കൊടുക്കണു, അങ്ങനെ കൊടുക്കണു. ചെറിയ അല്ലേ, കുഴപ്പമില്ല അല്ലേ? നൈസാണ് സംഗതി. 10 രൂപയ്ക്ക് നമ്മുടെ നാട്ടിലുണ്ടാവും. പക്ഷെ ഇത് വത്തക്ക ഉണ്ട്, വെള്ളം ഇട്ടിട്ട് വെറുപ്പിക്കണില്ല നേരെ. അപ്പോൾ ക്വയറ്റ് അടിപൊളി, നല്ല കിടിലനാണ്. ഇഷ്ടംപോലെ ഫാമിലീസ് ഉണ്ട്. അപ്പോൾ ഫാമിലീസ് ഒരുപാടുണ്ട്. എല്ലാവരും പെരുന്നാക്കി ഇറങ്ങിയേക്കാണ്. ഡ്രസ്സും ഞങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. തിരുവനന്തപുരം വരെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് നമ്മൾ പരിചയപ്പെട്ടപ്പോൾ. അതെ, എല്ലാ ടൈപ്പ് ആൾക്കാരുണ്ട്. നമ്മൾ ഏറെക്കുറെ എല്ലാവരും എത്താനേക്കണം. ഫാമിലീസ് മാത്രമല്ല, ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. കിടിലുന്നത് ആൾക്കാർ ഇതാ. അപ്പോൾ എല്ലാ കാര്യം ഉണ്ട്. ഗുളിക വ്ളോഗ്സ്, ഇൻസ്റ്റാഗ്രാം ഗുളിക വ്ളോഗ്സ്. കടിക്ക് എല്ലാവരും കടിച്ചു പോകുന്നോളേ. ചൂടാവുണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് രസമായിട്ട്. പിന്നെ
നമ്മളൊക്കെമാരല്ലേ അപ്പൊ നിങ്ങളെ നാല് തിയറി ഒക്കെ പറഞ്ഞു നിന്റെ നാട്ടിൽ തിയറിയോ ആദ്യമായിട്ട് പറഞ്ഞാലേ എന്താ അറിയോ എന്താണ്? ശരിക്ക് ഗേറ്റിന് ഇറക്കുന്ന ഈ സ്ഥലം അപ്പൊ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്താലേ ബാക്കി വാട്ടർ മെട്രോ ഒന്ന് കാണാം. അതെ അതെ അപ്പോ അസ്സലാമലൈക്കും അസ്സലാമ. ഓക്കെ അപ്പൊ ആരും പെരയിലിരിക്കല് എല്ലാരും എങ്ങോട്ടെങ്കിലും ഒക്കെ കറങ്ങി വെറുതെ ഇറങ്ങിക്കോളി ഒരു ബൈ സെറ്റാക്കിക്കോളി ബൈ